ലൈംഗികാതിക്രമ കേസിൽ JDS നേതാവ് പ്രജ്വൽ രേവണ്ണയുടെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കണമെന്ന കർണാടക സർക്കാർ. ഇക്കാര്യം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കത്തയച്ചു. നയതന്ത്ര മാർഗത്തിലൂടെ വിദേശത്തുള്ള പ്രജ്വലിനെ നാട്ടിലെത്തിക്കണമെന്നാണ് കത്തിൽ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രജ്വൽ തിരിച്ചെത്തുമെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും പ്രജ്വലിന്റെ അഭിഭാഷകൻ അറിയിച്ചിട്ടുമുണ്ട്. ശരത് കെ ശശി നൽകും കൂടുതൽ വിവരങ്ങൾ. ശരത് കെ ശശി, പ്രജ്വൽ രേവണ്ണ ഈ തെരഞ്ഞെടുപ്പിലെ പ്രത്യേകിച്ചും കർണാടകയിലെ തന്നെ ഹോട്ട് ടോപ്പിക്കായി മാറിയിരിക്കുകയാണ്. 14 സീറ്റുകൾ ഇനിയും മത്സര രംഗത്ത് ബാക്കിയുണ്ട് എന്ന ആശങ്ക NDA അലട്ടുന്ന ഒരു ഇപ്പോൾ സിദ്ധരാമയ്യയുടെ ഈ കത്ത് മുന്നിലേക്ക് വരുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ പ്രജ്വലിന്റെ ഭാഗത്ത് നിന്ന് NDAയുടെ ഭാഗത്ത് നിന്ന് ഈ കത്ത് വന്നതിന് ശേഷമുള്ള പ്രതികരണം? സുജയ, ലൈംഗികാതിക്രമ കേസ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളൊക്കെ തന്നെ ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ കർണാടകയിൽ സജീവമായ പ്രചാരണത്തിലായിരുന്നു ഹാസൻ MP ആയിരുന്ന പ്രജ്വൽ രേവണ്ണ ഉണ്ടായിരുന്നത്. എന്നാൽ 26-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 27-ാം തീയതി തന്നെ അദ്ദേഹം രാജ്യം വിട്ട് ജർമ്മനിയിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് 28-ാം തീയതിയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു ശക്തമായ അന്വേഷണത്തിന് കർണാടക സർക്കാർ തീരുമാനിക്കുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ വിദേശത്തുള്ള പ്രജ്വൽ രേവണ്ണയെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി കേന്ദ്ര സർക്കാർ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് കർണാടക സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പ്രജ്വൽ രേവണ്ണയുടെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കിക്കൊണ്ട് അദ്ദേഹത്തെ നയതന്ത്ര ചാനലിലൂടെ തന്നെ രാജ്യത്തേക്ക് മടക്കി കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കത്തയച്ചിരിക്കുകയാണ്. നയതന്ത്ര ചാനലിലൂടെ വിദേശത്തേക്ക് കടന്ന പ്രജ്വൽ രേവണ്ണ ഗുരുതരമായ കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെയും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെയും ഉൾപ്പെടുത്തി എത്രയും പെട്ടെന്ന് ഇത് സംബന്ധിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ കത്തിൽ പ്രധാനമന്ത്രിയോട് കർണാടക മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. രണ്ട് രീതിയിലാണ് ഈ കത്തിനെ കാണേണ്ടത്. ഒന്ന്, സ്വാഭാവികമായും ഇത്രയും ഗുരുതരമായ ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിൽ നയതന്ത്ര പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രജ്വൽ രേവണ്ണ നാട് കടന്ന ഒരു സാഹചര്യത്തിൽ കർണാടക സർക്കാർ അതിനെ ഗൗരവമായി അതിന്റെ നിയമവശം പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുന്നു എന്നതാണ് ഒരു ഭാഗം. അതേസമയം തന്നെ ഈ കത്ത് പ്രധാനമന്ത്രിക്ക് അയക്കുമ്പോൾ കർണാടക സർക്കാർ അതിൽ മറ്റൊരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി കാണുന്നുണ്ട്. പ്രജ്വൽ രേവണ്ണ NDA ഘടകകക്ഷിയാണ്, JDSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. അതുകൊണ്ട് തന്നെ ഈ JDS നേതാവിനെ നാട്ടിലേക്ക് മടക്കി കൊണ്ടുവരുന്ന കാര്യത്തിൽ പ്രധാനമന്ത്രിയും BJPയും താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് അതൊരു വിഷയമാക്കി എടുക്കാൻ കൂടി കോൺഗ്രസ് താല്പര്യപ്പെടുന്നുണ്ട്. അതിന്റെ ഭാഗമായി കൂടി വേണം ഈ കത്ത് കണക്കാക്കാൻ. ഏതായാലും പ്രജ്വൽ ജർമ്മനിയിൽ തുടരുകയാണ്. നേരത്തെ ഇയാൾക്ക് സമൻസ് നൽകിയിരുന്നു. ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നതായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം നിർദ്ദേശിച്ചത്. പക്ഷേ പ്രജ്വൽ പറഞ്ഞത് 7 ദിവസം സമയം വേണം എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരപ്രകാരം നാളെയോ മറ്റന്നാളോ പ്രജ്വൽ നാട്ടിലേക്ക് മടങ്ങിയെത്തും എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ നാളെയോ മറ്റന്നാളോ പ്രജ്വൽ ബംഗളൂരുവിലേക്ക് മടങ്ങിയെത്തും എന്ന റിപ്പോർട്ടുകളാണ് അദ്ദേഹം പങ്കുവച്ചത്. ഏതായാലും പ്രജ്വലിന്റെ കാര്യത്തിൽ വളരെ ശക്തമായി തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് SIT തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാൻ തന്നെ SIT തീരുമാനിച്ചിട്ടുമുണ്ട്.